അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 87 സങ്കീർത്തനം 7 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഉറവ എന്ന വാക്കിന് ദാഹം മാറ്റുവാനുള്ള വെള്ളം എന്നോ, നന്മകളുടെ ഉറവ എന്നോ, നമ്മുടെ ആത്മാവിന് സ്വസ്ഥത തരുന്ന പരിശുദ്ധാത്മാവ് എന്നോ അർത്ഥമുണ്ട്. ഒരു വ്യക്തി ഒരു കിണർ കുഴിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് കിണർ കുഴിച്ചത്. എന്നാൽ ഉറവ കണ്ടെത്തിയില്ല. ഒടുവിൽ ആ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. കാരണം വെള്ളമില്ലാത്ത കിണറിന് ജനം കൊടുക്കുന്ന പേര് പൊട്ടക്കിണർ എന്നാണ്. പൊട്ടക്കിണർ അനേകരെ കൊതിപ്പിക്കും. വെള്ളം ലഭിക്കുമെന്ന ആശ ജനത്തിൽ ഉണ്ടാക്കും എന്നതൊഴിച്ചാൽ ആ കിണറിന് അതിനേക്കാൾ ഒരു നന്മയും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല. വളരെ അധ്വാനിച്ചാണ് കിണർ കുഴിച്ചത്. എന്നിട്ടും വെള്ളമുണ്ടായിരുന്നില്ല. കാരണം കിണർ കുഴിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റായ സ്ഥലമായിരുന്നു എന്നതാണ് അതിന് കാരണം. ഉറവുള്ള സ്ഥലം കണ്ടെത്തി അവിടെ കിണർ കുഴിച്ചാൽ വെള്ളം നിശ്ചയമായും ആ കിണറ്റിൽ നിന്നും ലഭിക്കും. നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സങ്കീർത്തനക്കാരൻ്റെ ഉറവുകളെല്ലാം യഹോവയായ ദൈവത്തിൽ നിന്നാകുന്നു എന്ന് സകല മനുഷ്യർക്കും അറിയാം എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. കുറഞ്ഞ പക്ഷം സംഗീതക്കാർക്കും നൃത്തം ചെയ്യുന്നവർക്കും അത് അറിയാം എന്ന് സാരം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം 17 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും നന്മകളുടെ ഉറവ ലഭിക്കുമെന്ന് പറയുന്നവർ അനേകർ ഭൂമിയിലുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നല്ലാതെ നന്മകളുടെ ഉറവ ലഭിക്കുകയില്ല എന്നതിന് തെളിവ് ഹോശയ്യ പുസ്തകം 2 അധ്യായം 8 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. ഹോശയ്യ പ്രവചനം 2 അധ്യായം 8 വാക്യമാണ് നാം കേട്ടത്. വെള്ളിയും പൊന്നും ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിപ്പിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയൂ. കാരണം യേശു അതെല്ലാം വർദ്ധിപ്പിച്ചതിന് ബൈബിളിൽ തെളിവുകളുണ്ട്. എന്നാൽ ഭൂമിയിലുള്ള മറ്റാരെങ്കിലും അങ്ങനെ വർദ്ധിപ്പിച്ചതായി കേട്ടുകേൾവി പോലുമില്ല. 5 അപ്പം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 5000 പോഷിപ്പിച്ചു. ഒരു കൊച്ചു മീനിൻ്റെ വായിൽ നിന്നും ചതുർദ്രഹ്മപ്പണം പത്രോസിനെ കൊണ്ട് കർത്താവ് എടുപ്പിച്ചു. ശൂന്യമായ പടക് കർത്താവായ യേശു ക്രിസ്തു നിറച്ചു കൊടുത്തു. അനേകർക്ക് രോഗസൗഖ്യം കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിച്ചു. മനുഷ്യൻ്റെ ദേഹത്തിനും പ്രാണനും ആത്മാവിനും ആവശ്യമായ സകല നന്മകളുടെയും നീരുറവ തുറക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു അനന്യൻ തന്നെയാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹപ്രദവുമായ ഒരു ഉറവയാണ് ജീവൻ്റെ ഉറവ. ജീവൻ്റെ ഉറവ നിത്യജീവനെ സൂചിപ്പിക്കുന്നു. ദൈവിക സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ആത്മീകാനുഗ്രഹവും പ്രത്യാശയും സമാധാനവും ജീവൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. ഒരു ദൈവമകളെയും സംബന്ധിച്ച് ദൈവിക സാന്നിധ്യം പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതും ഹൃദയത്തിൻ്റെ വ്യതകൾ മാറി സ്വസ്ഥത നൽകുന്നതുമാണ്. ദൈവിക ഉറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീക വളർച്ചയുണ്ടാകും. ആ വ്യക്തി ആത്മീകമായി വളരുന്നു. നമ്മുടെ പ്രവൃത്തികൾ സാധ്യമായി തീരണമെങ്കിൽ ദൈവവചനം വായിക്കുകയും വചനത്തിൽ സന്തോഷിക്കുകയും വചനം അനുസരിക്കുകയും ചെയ്യണം. 1 സങ്കീർത്തനം 3 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം അനുസരിച്ച് വചനത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത, ആ വൃക്ഷം ചെറിയ ചെടിയായിരിക്കുമ്പോൾ മുതൽ ശക്തമായ കാറ്റ് അതിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ കാറ്റ് വന്നാലും ആ വൃക്ഷം ഭയപ്പെടുകയില്ല. അതിൻ്റെ ഇല പച്ചയായി തന്നെ ഇരിക്കുകയും ചെയ്യും. തന്നെയുമല്ല, അത് സമയാസമയങ്ങളിൽ ഫലം കൊടുക്കും. ജീവൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന വ്യക്തിയുടെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം അവൻ്റെ ഉറവ ദൈവത്തിൽ നിന്നുമാണ്. ദൈവം അവരെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മിക്കവാറും അമ്മമാർക്ക് അറിയാം തൻ്റെ കുഞ്ഞ് എന്തിനു വേണ്ടി കരയുന്നുവെന്ന്. മറ്റാർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവിനെ അറിയാം നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന്.
നാം നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മുടെ സൃഷ്ടാവ് നമ്മെ മനസ്സിലാക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ മെനഞ്ഞവനാണ് കർത്താവ്. ആ ദൈവമാണ് അമ്മയുടെ രക്തത്തിൽ കൂടി, അമ്മയുടെ ഉദരത്തിൽ നമ്മെ വളർത്തിയത്. ഭൂമിയിൽ പിറന്നതിന് ശേഷം ഭൂമിയിൽ നിന്നുള്ള ധാന്യങ്ങളിൽ കൂടി നമുക്ക് രക്തം ദൈവം തന്നു. പാപത്തിലായിരുന്നു നാം ജനിച്ചത് എന്നതിനാൽ യേശു അവൻ്റെ സ്വന്തം രക്തം തന്ന് നമ്മെ നിത്യ നരകത്തിൽ നിന്നും നരകത്തീയിൽ നിന്നും തന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നാം അവനോട് ആവശ്യപ്പെട്ടിട്ടല്ല നമുക്ക് തന്നത്. നമുക്കറിയില്ലായിരുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല. അത് യേശുവിന് അറിയാം. യേശു നമ്മുടെ ആത്മാവിന് സമാധാനവും സന്തോഷവും തരുവാൻ ശക്തനാണ്. എല്ലാ നന്മകളുടെയും ഉറവ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 ദിവസം ഉത്സവം ആഘോഷിച്ചിട്ടും ആത്മാവിൻ്റെ ദാഹം മാറാത്ത യഹൂദന്മാർ പ്രദക്ഷിണമായി ശിലോഹാം കുളത്തിൽ ചെന്ന് അവിടെ നിന്ന് അല്പം ജലം കൊണ്ടുവന്ന് യഹോവയ്ക്ക് നിവേദിച്ച് അല്പം പോലും ആത്മാവിന് ആശ്വാസം കിട്ടാതെ, ദാഹം മാറാതെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ജനത്തോടാണ് കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം വിളിച്ചു പറഞ്ഞത്. സമാധാനമില്ലാതെ മടങ്ങിപ്പോകുന്ന അവർക്കും കിണറുണ്ടായിരുന്നു, എന്നാൽ പൊട്ടക്കിണറായിരുന്നു എന്ന് മാത്രം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്ന് യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു മാത്രമേ സമാധാനം തരുവാനുള്ളൂ. യേശു മാത്രമേ സംതൃപ്തി തരികയുള്ളൂ. യേശു മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ. യേശു മാത്രമാണ് കന്യകയിൽ കൂടി ജനിച്ചവൻ. പുരുഷൻ്റെ ഇഷ്ടത്താൽ ജനിക്കാത്തവൻ യേശു മാത്രമാണ്. യേശു മാത്രമാണ് സകലരോടും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവൻ. മറ്റെല്ലാവരും ശത്രുക്കളെ കൊന്നു തള്ളയണമെന്ന് ആക്രോശിക്കുമ്പോൾ യേശു മാത്രമാണ് അവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചത്. യേശു മാത്രമാണ് മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. യേശു മാത്രമാണ് എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വാക്ക് തന്നവൻ. യേശു മാത്രമാണ് നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തവൻ. ഇങ്ങനെ പറയുവാൻ തുടങ്ങിയാൽ 1 വർഷം മുഴുവൻ പറഞ്ഞാലും ഏകനായ യേശു ചെയ്ത പ്രവൃത്തികളും അവൻ്റെ അതുല്യതയും അതിവിശിഷ്ടമായ സ്വഭാവവും വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ആ യേശുവുമായി നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കാം. അതിനായിട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആശ്വാസം നിരസിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയങ്ങളെ സഹായിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുത്ത് സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.